നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചത് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന 2 CISF ഉദ്യോഗസ്ഥരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. CISFന്റെ വാഹനമിടിച്ച് ഇന്നലെ രാത്രിയാണ് അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോ മരിച്ചത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തർക്കത്തിന് പിന്നാലെ കരുതിക്കൂട്ടി വാഹനം ഇടിപ്പിച്ചതാണെന്നാണ് നിഗമനം. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, ഒരു വാഹനാപകടം എന്ന തരത്തിലാണ് ആദ്യം നിഗമനമുണ്ടായത്. പക്ഷെ അങ്ങനെയല്ല, ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ് ഇവിടെ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരനായ ഐവൻ ജിജോ കൊല്ലപ്പെടുന്നത്. അതിനുശേഷമാണ് അത് ആദ്യം ആരെ സൂചിപ്പിച്ച പോലെ തന്നെ കൊലപാതകം എന്നുള്ള നിഗമനത്തിലായിരുന്നു. പക്ഷെ പിന്നീടാണ് പോലീസ് ഇത് കണ്ടെത്തിയത്. പോലീസിന് അത്തരത്തിലൊരു സംശയം തോന്നി. എന്തായാലും ആദ്യം വാഹനാപകടം എന്നുള്ള നിഗമനത്തിലായിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. CISF വാഹനം തന്നെയാണ് ഇടിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ കരുതിക്കുട്ടി ഇടിപ്പിച്ചതാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന 2 CISF ജവാന്മാരെയും ഉദ്യോഗസ്ഥരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുമായി ഈ ഐവൻ തർക്കിച്ചിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഐവന് അപകടമുണ്ടായത്. അതും ഈ CISFന്റെ വാഹനം തന്നെ ഇടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ അതിന്റെ കേസിന്റെ ഡൈവേർഷൻ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിപ്പോൾ വിമാനത്താവളത്തിലെ ജീവനക്കാരനാണ് മരിച്ച ഐവിൻ. ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണോ ഇത്തരത്തിലൊരു തർക്കം ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും? ഈ ഐവൻ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യത്തിലേക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുമായി വലിയ തർക്കമായിരുന്നു ഐവൻ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ്, അതായത് ഈ CISF ജവാന്മാരുമായി നടത്തിയ തർക്കമുണ്ടായതിനു ശേഷമാണ് ഐവൻ അപകടത്തിൽപ്പെടുന്നതും മരണത്തിലേക്ക് നയിക്കുന്ന കാരണമായ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് തുടർന്നാണ് CISFന്റെ തന്നെ വാഹനം ഇടിച്ചിട്ട് തന്നെയാണ് ഐവൻ മരിച്ചതെന്ന് കണ്ടത്. ഇതേ തുടർന്നാണ് പോലീസ് ഈ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് അത്രത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യത്തിനാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഐവിന്റെ മരണം ഒരു വാഹനാപകട മരണം എന്നുള്ള തരത്തിലായിരുന്നു നിഗമനം വന്നത്. പക്ഷെ അങ്ങനെയല്ല, 2 CISF ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇവർ മനഃപൂർവ്വം ഈ സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ വൈരാഗ്യത്തിൽ ഐവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.